എന്താ അവൻ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു? ഒരു കള്ള ലക്ഷണമുണ്ട്. എന്തോ സസ്പെൻസാ. നിർത്തടാ, എല്ലാം എനിക്ക് തലവേദനയായിട്ട് മാറുക. നിന്റെ അക്രമങ്ങൾ കാരണം എന്റെ ആയുസ് ഒടുങ്ങുമെന്നാ എനിക്ക് തോന്നുന്നത്. അത് പോട്ടെ, എന്താടാ ഇത്? അരിയാണ് സാർ, അരി അരി. നോക്കണ സാർ, സത്യമായിട്ട് അരിയാണ്, അരി. അതെയല്ലോ, അരിയാണല്ലോ. അതിരിക്കട്ടെ, എന്തിനാടാ പോക്കറ്റിൽ വെള്ളം ഒഴിച്ചേ? വേറൊന്നുമല്ല സാർ, വെള്ളം ഒഴിക്കാതെ ക്ലാസ്സിൽ കയറി ഇരുന്ന അരി തിന്നുമ്പോ കറുമുറേ 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 എന്ന് ശബ്ദം വരും സാർ. വെള്ളം ഒഴിച്ച് നന്നായി കുതിർത്ത് തിന്നാ കച്ചിപ്പുച്ചു 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 ഇത്രേ ഉണ്ടാവുള്ളൂ സാർ. ശബ്ദം ഉണ്ടാവരുതല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നേരെ പോയി അടുപ്പിൽ കയറിയിരിക്കും. അരി വെന്ത് ചോറായി മാറും, ഒട്ടും ശബ്ദം ഉണ്ടാവത്തേ ഇല്ല. തന്നല്ലേ സാർ? പക്ഷെ സാറേ, അപ്പൊ ബാക്കിയുള്ളതൊക്കെ വെന്ത് പോകൂലേ? എന്തൊക്കെ അറിയണോടാ? ഓട് ഓട്, അടിക്കരുത്, ഓടറാ. രാജമ്മേ, കൂലി തന്നില്ലേ? തമ്പുരാട്ടിയോട് കണക്ക് പറഞ്ഞ കാശ് കൊടുത്തോ? എനിക്ക് ഒട്ടും വയ്യ ഭവാനി, ഇവിടെ ഇരിപ്പുണ്ട്. ഉള്ളിൽ വെക്കാൻ എന്താ, കുടുക്കലാണോ കാശ്? തമ്പുരാട്ടി അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. ഭവാനി, നീ പോകുന്ന വഴിയല്ലേ, അവിടെ കയറി പൈസയും കണക്കൊന്ന് കൊടുത്തേക്കോ? അയ്യോടേ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അങ്ങോട്ട് പോകാൻ. കാശ് കൊടുത്തിട്ടേ അവരോട് ആര് കണക്ക് പറയുന്നത്? കാശ് നിന്റെ മോന്റെ കൈ കൊടുത്തുവിട്. മോനെ രാജ, ആ അലമാരയില് പൈസ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് വന്ന് ചെന്ന് മുതലാളിക്ക് കൊടുത്തിട്ട് വാ മോനെ. ശരിയമ്മേ. സാർ, വല്യച്ഛനും വല്യമ്മയും പാടത്തേക്ക് പോയിരിക്കുക. അമ്മ പൈസ കൊണ്ടൊന്ന് തരാൻ പറഞ്ഞു. ഹോൾഡ് ഓൺ പ്ലീസ്. അല്ല, അമ്മ കടങ്കഥ പറഞ്ഞിട്ട് പോയതിനു ശേഷം കണ്ടിട്ടേ ഇല്ലല്ലോ. വളരെ നാളായി ഇതെന്നെ കണ്ടിട്ട്. വാടോ, ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. വാന്ന് ഇങ്ങോട്ട്. നിന്നോട് കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കണം, അതിനാണ് നിന്നെ വിളിച്ചത്. നീ വാ. അമ്മ പൈസ തന്നു വിട്ടിരുന്നു, അത് തരാൻ വേണ്ടിയാ വന്നത്. ഞാൻ പൊയ്ക്കോട്ടെ സാർ? നോ നീഡ് ടു ഗോ ഇമ്മീഡിയറ്റ്ലി. ഇതും നിന്റെ വീട് പോലെ തന്നെയാ. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. യു ആർ ഓൾവേസ് വെൽക്കം. വി ആർ ദ ഓൺലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഇൻ ദിസ് വില്ലേജ്. സത്യമായിട്ട് ഈ വില്ലേജിൽ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇംഗ്ലീഷ് അറിയാവുന്നവര്. സോ ക്വിസ് കോമ്പറ്റീഷന് വന്നതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ലെറ്റ് us have coffee.
കാപ്പി കുടിച്ചിട്ടേ പോകാവൂ. പ്ലീസ് സിറ്റ് ഡൗൺ. കുഴപ്പമില്ല സാർ. ഇരിക്കുമോനെ. ഗൗരി മോളെ, ഇതാരാണെന്ന് മനസ്സിലായോ? ഓൺലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ദിസ് വില്ലേജ്. പോയി കാപ്പി എടുത്തോണ്ട് വാ. ഇല്ല, വേണ്ട സാർ. മോനെ, ചില സമയത്ത് വേണ്ട എന്ന് പറയുന്ന വസ്തുക്കൾക്കാണ് മൂല്യം അധികം. ബട്ട് നമുക്കത് വേണം എന്ന് തോന്നുന്ന സമയത്താണ് അതിൻ്റെ യഥാർത്ഥ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് ജ്ഞാനികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഗൗരിമോളെ, പ്ലീസ് ബ്രിങ് ദ കോഫി. നോക്ക്, ഒരു കാര്യം അറിയണോ അനിയന്? ഞങ്ങൾക്കുള്ളത് ഒരേ ഒരു ചെല്ലക്കുട്ടിയാണ്. ഇന്നലെ ചെമ്പകത്തിന്റെ കൂടെ കളിക്കാൻ പോയി കാലുപൊള്ളി മരുന്നും വെച്ച് വന്നേക്കുന്നു. ഡർട്ടി ഗേൾ. സാർ, അത് എൻ്റെ വീട്ടില്. നിന്റെ വീട്ടില്? പ്ലീസ്. This must be a confusing matter and the major problem. Something wrong? ഇത്ര സംഭവിച്ചിട്ടും എന്താ നീ എന്നോടൊരു വാക്ക് പോലും പറയാത്തെ? എന്നോടൊന്നും ചോദിക്കില്ലേടി. ചെമ്പകം, ഞാൻ നാട്ടിലേക്ക് പോവാടി. ഗൗരി, എന്നെ കൊണ്ട് പറ്റുന്നില്ലടി. ഞാനിവിടെ നിന്ന അവനെ ഓർത്തോർത്ത് ഞാൻ മരിച്ചു പോവടി. ഓഹോ, ഈ ഓർമ്മകൾ അവിടെ പോയാ വരില്ലേ നിനക്ക്? അതിനു വേണ്ടിയല്ലേ ഈ പൊള്ളല്. ഇത് കണ്ട് ഞാൻ സമാധാനിച്ചോളാം. അവനെന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അവനെ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി എന്റെ കാലില് കഷായം ഒഴിച്ചില്ലേ, അത് മതി. നീ കൽമണ്ഡപത്തിലേക്ക് വാ. ഞാൻ വരുന്നില്ല. നീ കൽമണ്ഡപത്തിലേക്ക് വന്നേ പറ്റൂ. എന്തിനാ? ആദ്യം നീ നാളെ വാ, എന്നിട്ട് ഞാൻ പറയാം. ചേട്ടാ, ആ? ചേട്ടാ, എനിക്ക് ചേട്ടനോട് കുറച്ച് സംസാരിക്കണം. ഞാൻ വീട്ടിലേക്ക് വരാന്ന് കരുതിയതാ. അവളുടെ കാലിൽ കഷായം വീണത് അറിയാതെ ചെയ്തതാണോ അതോ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? ചെമ്പകം, ഞാൻ എനിക്കെല്ലാം അറിയാം ചേട്ടാ. അവള് ചേട്ടനെ പ്രണയിക്കുന്നത് തെറ്റാണെങ്കിൽ അതിന് ചേട്ടനൊരു കാരണാ. അവള് ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോ മോരില് മുടിയിട്ടത്, ഉപ്പ് വാരിയിട്ടത്, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അവൾ ഇനി അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയല്ലേ ചെയ്തത്. പക്ഷെ അവൾ ആ വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൾ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? അവൾ ഈ നാട്ടിൽ നിന്ന് ചേട്ടനെ ഓർത്ത് വിഷമിച്ച് മരിച്ചു പോകുന്ന പറഞ്ഞ്. ചേട്ടൻ കാരണമല്ലേ അവളുടെ കാല് പൊള്ളിയത്? ക്ഷമിക്കണമെന്ന് ഒരു വാക്കെങ്കിലും ചോദിച്ചോ? അത് മോളെ, ഞാൻ എന്തിനാ ആലോചിക്കുന്നേ? ചേട്ടന് അവളെ ഇഷ്ടമാണോ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ എന്താ സംസാരിച്ചാൽ? എന്തായിരുന്നാലും അവളോട് ക്ഷമിക്കണമെന്നൊരു വാക്കെങ്കിലും ചോദിക്ക്. അത് മതി അവൾക്ക്. അവളോട് ഞാൻ കൽമണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവള് ചേട്ടന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും.
ഐ എം സോറി. കാലിലെ മുറിവ് സുഖമായി. ഗൗരി, ഞാൻ അറിയാതെ. ഗൗരി, ഗൗരി, ഗൗരി. I love you, Raju. I love you. I love you so much.